എല്ലാ പ്രിയമിത്രങ്ങൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയുന്നത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചാണ്. പ്രളയകാലത്ത് സർവവും വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ ലോകരക്ഷകനായ മഹാവിഷ്ണു ഒരു സുന്ദര ശിശുവായി വെള്ളത്തിന് മുകളിൽ ഒരു ആലിലയിൽ കിടന്നു. ആ ശിശുവിൻ്റെ പൊക്കിളിൽ നിന്ന് ഒരു ചെന്താമര പൊട്ടിവിടർന്നു. അതിനുള്ളിൽ ബ്രഹ്മാവ് വീണ്ടും ഉണ്ടായി. 4 പാടും വെള്ളം നിറഞ്ഞതെങ്ങനെയെന്ന് അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയപ്പോൾ ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ടായി. അങ്ങനെ അദ്ദേഹം നാൻമുഖനായി. താമരത്തണ്ടിലൂടെ തൻ്റെ ഉൽപ്പത്തി തേടി താഴേക്ക് ഇറങ്ങിച്ചെന്നു. ബ്രഹ്മാവിനെ വിഷ്ണു ഭഗവാൻ സൃഷ്ടി തുടരാൻ കൽപ്പിക്കുകയും 4 വേദങ്ങളും ഉപദേശിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് അതിൻ പ്രകാരം സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങൾ സൃഷ്ടിച്ചു. ഭഗവാൻ വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നും മധുകൈടഭന്മാർ എന്ന 2 അസുരന്മാർ പിറന്നു. അവർ ബ്രഹ്മാവിനെ ശല്യം ചെയ്തപ്പോൾ വിഷ്ണു അവരെ സുദർശനത്താൽ വധിച്ചു. അവരുടെ മേധസ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നതിൽ നിന്നാണ് പിന്നീട് കരപ്രദേശമുണ്ടായത്. മേധസ്സിൽ നിന്നുമുണ്ടാകയാൽ ഭൂമിക്ക് മേദിനി എന്നു പേരുണ്ടായി. തുടർന്ന് ബ്രഹ്മാവ് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 3 മുനികളെ സൃഷ്ടിച്ചു. തുടർന്നുള്ള സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ അവരോട് അദ്ദേഹം ആജ്ഞാപിച്ചു. പക്ഷേ വിഷ്ണു ഭക്തിയാൽ മുഴുകിയ അവർ സൃഷ്ടി നടത്തിയില്ല. അതിൽ ബ്രഹ്മാവിന് കോപമുണ്ടായെങ്കിലും അതടക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരികങ്ങൾക്കിടയിൽ നിന്നും മൂഢൻ എന്ന രുദ്രനുണ്ടായി. ആ രുദ്രൻ പിന്നീട് 11 രുദ്രന്മാരായി തീർന്നു. മനു, മന്യു, മഹാദേവൻ, മഹാൻ, ശിവൻ, ഹൃതധ്വജൻ, ഉരുരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവൃതൻ എന്നിവരാണ് ആ 11 പേർ. അവർക്ക് ഭാര്യമാരായി 11 കന്യകമാരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. തുടർന്ന് അവർ സൃഷ്ടികർമ്മം നടത്തി. പക്ഷേ ഭയങ്കരന്മാരായ രുദ്രമൂർത്തികളെയാണ് അവർ സൃഷ്ടിച്ചത്. പിന്നീട് ബ്രഹ്മാവ് തന്നെ സൃഷ്ടി തുടങ്ങി. തൻ്റെ സർഗാത്മകതയെ അവയവങ്ങളിലേക്ക് പടർത്തി മനസ്സിൽ നിന്ന് മരീചിയെയും, കണ്ണുകളിൽ നിന്ന് അത്രിയെയും, മുഖത്തുനിന്ന് അംഗീരസിനെയും, കർണങ്ങളിൽ നിന്ന് പുലസ്ത്യനെയും, നാഭിയിൽ നിന്ന് പുലഹനെയും, കരങ്ങളിൽ നിന്ന് ക്ഋതുവിനെയും, ത്വക്കിൽ നിന്ന് ഭൃഗുവിനെയും സൃഷ്ടിച്ചു. ബ്രഹ്മാവിൻ്റെ ഈ മാനസപുത്രന്മാരാണ് സപ്തമാമുനികൾ. തുടർന്ന് പ്രാണനിൽ നിന്ന് വസിഷ്ഠനും, വലതുകാൽ പെരുവിരലിൽ നിന്ന് ദക്ഷനും, മടിയിൽ നിന്ന് നാരദനും, വലതുമുലയിൽ നിന്ന് ധർമ്മദേവനും, നിഴലിൽ നിന്ന് കർദമനും, സൗന്ദര്യത്തിൽ നിന്ന് സരസ്വതിയും, വിയർപ്പിൽ നിന്ന് ജാമ്പവാനും, ജ്ഞാനശുദ്ധിയിൽ നിന്ന് ഗർഗനുമുണ്ടായി. പുതിയ പുത്രിയായ സരസ്വതിയെ അതേ ഭാവത്തിൽ തന്നെ തൻ്റെ സന്തത സഹചാരിണിയായി വാഴിച്ചു. പിന്നീട് ബ്രഹ്മദേവൻ തൻ്റെ വലതുഭാഗത്തു നിന്ന് ഒരു പുരുഷനെയും ഇടതുഭാഗത്തു നിന്ന് ഒരു സ്ത്രീയെയും ജനിപ്പിച്ചു. പുരുഷനെ സ്വയംഭൂ മനു എന്നും സ്ത്രീക്ക് ശതരൂപ എന്നും പേരിട്ടു. അവർ വിവാഹിതരായി. അവരുടെ 2ാമത്തെ പുത്രിയായ ദേവഹുതിയെ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ കർദമന് വിവാഹം ചെയ്തു കൊടുത്തു. 3ാമത്തെ പുത്രിയായ പ്രസൂതിയെ ദക്ഷനും വിവാഹം കഴിച്ചു. സ്വയംഭൂ മനുവിന് 2 പുത്രന്മാരും ഉണ്ടായിരുന്നു, പ്രിയവ്രതനും ഉത്തമപാദനും. അപ്പോൾ ഈ കഥ എല്ലാവരും കേട്ടല്ലോ. അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നമസ്കാരം.